നാട്ടുമാങ്ങ കിട്ടിയാലുള്ള നാട്ടുനടപ്പ് എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. ആലോചിക്കണ്ടേ, അതന്നെ നമ്മളെ മാമ്പഴ പുളിശ്ശേരി. വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് നിങ്ങൾ പറയും ഇത് ആരുടെ റെസിപ്പിയാണ്. എന്നാൽ ശരി, നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. തൊലി കളഞ്ഞ മാങ്ങയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇത്തിരി വെള്ളവും ചേർത്ത് ഒന്ന് തിളപ്പിക്കുക. നല്ലോണം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ശർക്കര പാനി ഒഴിക്കുക. അത് നല്ലോണം വരട്ടി കുറുക്കിയെടുക്കണം. ആ സമയത്ത് തന്നെ അതിലേക്ക് നല്ല നെയ്യും ചേർത്തിട്ട് നല്ലോണം മിക്സാക്കുക. അതിലേക്ക് ഒരു പിടി തേങ്ങ, ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പുളിയില്ലാത്ത തൈരും ചേർത്ത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക. ചുമ്മാ ഇഞ്ചിയും ഉള്ളിയും ഒന്നും ഇതിലേക്ക് കൊണ്ടിടരുത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ലോണം അരച്ച തേങ്ങാക്കുട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടെ തിളപ്പിക്കുക. അവസാനം കടുക്, ഉലുവ, ഉണക്കമുളകും മൂപ്പിച്ചത് ഇതിലേക്ക് ചേർക്കുക. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, നെയ്യിൽ തന്നെ വറവിടണം. അവസാനം ആർക്കും വേണ്ടാത്ത കറിവേപ്പില. നമ്മളെ മാമ്പഴ പുളിശ്ശേരി റെഡി.